യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയത് ക്ലിക്ക് ചെയ്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഒരു നാരങ്ങ അച്ചാർ ഇട്ടിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഒരു നെല്ലിക്ക അച്ചാർ ഞാൻ വീഡിയോ ഇടാമെന്ന്. അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഇച്ചിരി ലിക്വിഡ് ടൈപ്പ്, അതായത് ഇച്ചിരി കുഴമ്പ് പരുവത്തിൽ അല്ലെങ്കിൽ വെള്ളത്തോട് കൂടിയൊക്കെ അല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ നെല്ലിക്ക അച്ചാർ എന്ന് പറയുന്നത് ഒട്ടും വെള്ളമില്ലാതെ, ഗ്രേവി ഒന്നുമില്ല, നമുക്ക് മസാലയിൽ പൊതിഞ്ഞ് നെല്ലിക്ക ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള അച്ചാറാണിത്. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആണ് ഈ അച്ചാർ. പിന്നെ ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മയം വരും, എങ്കിലും ഭയങ്കര ഗ്രേവിയോ അങ്ങനെയൊന്നും ആകില്ല കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിന് ചെറിയ നെല്ലിക്കയാണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് പക്ഷേ കിട്ടിയില്ല, അല്പം വലിയ നെല്ലിക്ക കിട്ടിയേക്കുന്നേ. ചെറുതുണ്ടെങ്കിൽ ചെറുത് തന്നെ എടുക്കണേ, അതാണ് കുറച്ചുകൂടി നമുക്ക് കഴിക്കാൻ ടേസ്റ്റ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് പീസാക്കിയിട്ട് ചെയ്യാം, എങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോ നിങ്ങൾക്ക് നെല്ലിക്ക ഇങ്ങനെ മുഴുവനെ അല്ലാതെ പീസാക്കി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, മുഴുവനെ ഇടണോ പീസാക്കി ഇടണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. നെല്ലിക്ക കുറെ നേരം വെള്ളത്തിൽ ഇട്ട ശേഷം അതിന്റെ മുകളിലൊക്കെ കറുത്ത പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, അത് ചിരണ്ടി കളയണേ. അങ്ങനെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ച നെല്ലിക്ക 1 കിലോ. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് ഈ സ്പൂണിന് കുതുമ്പയില്ല നെകക്കെ 1 സ്പൂൺ കടുക്, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം, അതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും, അതായത് ഒരു 1/2 സ്പൂൺ ഉലുവ കൂടി എടുത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയ ശേഷം തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. എന്റെ കയ്യിൽ ഉലുവ പൊടിച്ചതുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ കടുക് മാത്രമേ ചൂടാക്കുന്നുള്ളൂ. അപ്പൊ ഞാനിത് ഓഫ് ചെയ്തു. ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയായിരുന്നു. നമുക്കിത് പൊട്ടണ്ട, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇത് നമുക്ക് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് അതേ പാനിൽ ലേശം, ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്, ഏതാനും തുള്ളികളെ ഒഴിച്ചിട്ടുള്ളൂ. നാരങ്ങയുടെ അച്ചാറ് കണ്ടവർക്കറിയാം. അതുപോലെ തന്നെ സെയിം നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. തീ ഒത്തിരി പാൻ ചൂടായെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിടണേ, പിന്നെ കത്തിച്ചാ മതി. ഞാനിപ്പോ 4.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാകണം. അപ്പോൾ മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എരി വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടാം, കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറയ്ക്കാമേ. ഞാൻ അല്പം സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്, കാരണം നെല്ലിക്കയാണല്ലോ, ഇത് മുഴുവനെ ആണല്ലോ ഇടുന്നത്. അപ്പോൾ ലേശം എരി കൂടുതൽ തന്നെ വേണം നമുക്ക്. അപ്പൊ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കണ്ടോ, ഇതിൽ നിന്നും ആവി വന്നു തുടങ്ങി. ഇത് മതി, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ആ പാനിന്റെ ചൂട് കൊണ്ട് ആ മുളക് പൊടി കറക്റ്റ് പരുവായിക്കോളും. അപ്പൊ ഇത് റെഡിയായി, നമുക്കിത് മാറ്റാം. വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചേക്കണ്ട, ഇത് അടുക്കി പിടിച്ച് കരിയും. ഞാനിവിടെ ചട്ടിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലെണ്ണ തന്നെ എടുക്കണം. ഞാൻ നാരങ്ങ അച്ചാറിനും നല്ലെണ്ണയായിരുന്നു എടുത്തത്. നാരങ്ങയുടെ വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിച്ചായിരുന്നു ഈ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന്. എള്ളെണ്ണയാണ്, തിൽക്ക ഓയിൽ. അപ്പൊ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വയളണം. എല്ലാത്തിലും എണ്ണ നല്ലപോലെ പിടിക്കണേ. ഞാൻ തീ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത്. ഇനി അടിഭാഗം ഒന്ന് വയളട്ടെ, പിന്നെ നമുക്ക് വീണ്ടും ഇളക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയത്തിൽ ഇളക്കിയ ശേഷം ഞാനിപ്പോ തീ ഹൈ ആക്കിയാ വെച്ചേക്കുന്നേ. ഇനി അങ്ങോട്ട് തീ കൂടി തന്നെ കിടക്കട്ടെ. അപ്പൊ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് നിങ്ങൾക്ക് തീ കൂടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീ മീഡിയത്തിലാക്കാം. ഇത് വഴണ്ട് വരുന്തോറും സൗണ്ട് കേട്ടോ, ചടപട ചടപട സൗണ്ട്, അത് നെല്ലിക്കയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. ഞാൻ ചട്ടി ഒന്ന് മാറ്റിയേ, അതിനകത്ത് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി എനിക്ക്. ഇനി മസാലയും കൂടി ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, അതുകൊണ്ട് ചട്ടി ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ. ഒത്തിരി കരിഞ്ഞതല്ല കേട്ടോ, ഇതുപോലെ കളർ ആവണം നമ്മുടെ നെല്ലിക്ക. ചില നെല്ലിക്കകത്തുനിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങി, ഇതിനകത്തുനിന്ന് പക്ഷെ അധികം വെള്ളം ഇറങ്ങിയില്ല. ഇതേ കണ്ടോ, നന്നായിട്ട് എല്ലാം വഴണ്ടു. ഇത്
ക്യാമറയ്ക്കകത്തൂടെ കറുപ്പ് പോലെ തോന്നുന്ന കറുപ്പല്ല, ഇതൊരുമാതിരി ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പൊ ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീയുടെ യാതൊരു പരിപാടിയും ഇല്ല. മുളക് പൊടി, കടുക് പൊടിച്ചത്, കടുക് ഒത്തിരി അങ്ങ് പൊടിയല്ലേ, ഉലുവാപ്പൊടി, വിനാഗിരി, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനൊട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ പെരണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ഈ നെല്ലിക്ക എടുത്ത് ഓരോന്നും തിന്നാൻ ഭയങ്കര ടേസ്റ്റാ. നമ്മൾ മെയിനായിട്ടുള്ള ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, എൻ്റെ ദൈവമേ, ആ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കായം. ഞാനൊരു 1.5 ടീസ്പൂൺ, ഈ കൊച്ചു സ്പൂണിന് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കായത്തിന്റെ ബ്രാൻഡിലും മണത്തിലും ഗുണത്തിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. നിങ്ങൾക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാം. ആദ്യം എണ്ണ ഒഴിച്ച ശേഷം അതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ബാക്കി പ്രോസസ്സിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ മസാലയിൽ പൊതിഞ്ഞു വേണം നമ്മുടെ ഈ നെല്ലിക്ക കിടക്കാനായിട്ട്. നന്നായിട്ട് തണുത്ത ശേഷം ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം. അതുപോലെ നിങ്ങൾ കഴിക്കാൻ എടുക്കുമ്പോൾ ആ മസാല മാറ്റിയിട്ട് കഴിക്കരുത്, ആ മസാല ഉൾപ്പെടെ വേണം കഴിക്കാൻ, എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണേ, കാണുന്ന കണക്കല്ല സംഭവം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാൻ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.